പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 119 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ ദൈവവചനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതൊന്നുകൂടെ ആഴത്തിൽ വായിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്കും അനീതിയിലേക്കും പോകാതെ ആ മനുഷ്യന്റെ നടപ്പ് നിഷ്കളങ്കതയിൽ കാത്തു സൂക്ഷിക്കും. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ദൈവം ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ ഞാൻ നിഷ്കളങ്കനാണോ, കർത്താവിന്റെ ഒരു ഭാഗ്യവാനായിട്ട് കാണുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ആനുദിനം ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യുവതി യുവാവി, ഈ കാലഘട്ടം വല്ലാത്തൊരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയും നടന്ന് ജീവിച്ച് ദൈവരാജ്യത്തിൽ എത്താം എന്നുള്ള ചിന്തകൾ മാറ്റിക്കളഞ്ഞിട്ട് നമ്മുടെ നടപ്പ് നിഷ്കളങ്കമായി ദൈവസനിൽ വിശ്വസ്തയോടെ ഭരമേൽപ്പിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. വേദപുസ്തകം നമുക്ക് നൽകുന്ന പ്രമാണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിക്കാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവവചനം തന്നെ അനുസരിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാവരും ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരാണോ? അല്ല. അങ്ങനെയല്ലാത്തവരുടെ നടപ്പ് അനീതിയുടെ മാർഗത്തിൽ ആയിരിക്കും എന്ന് കൂടെ നാം തിരിച്ചറിയണം. ദൈനംദിന ജീവിതത്തെ സംബന്ധിക്കുന്ന ദൈവിക പ്രമാണങ്ങൾ ദൈവം നമുക്ക് നൽകുമ്പോൾ സത്യവേദ പുസ്തകത്തിനകത്ത് ഏകദേശം 613 അല്ലെങ്കിൽ നിയമവ്യവസ്ഥകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിവിധ വേദപഠിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുക കാണാൻ കഴിയും. അല്ലേലൂയ. ഇവയുടെ സത്ത എന്നത് ദൈവം മുമ്പാകെ നാം പാലിക്കേണ്ടതായ നിയമവ്യവസ്ഥകളാണ്. അല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലെ നിയമങ്ങളെ പാലിക്കുന്ന പോലെ, നിയമവ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ട് നാം ജീവിക്കുന്നത് പോലെ തന്നെ ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടമായ ദൈവം നമുക്ക് നൽകിയ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് നിയമത്തിന്റെ പുസ്തകമാണ്. ഈ നിയമത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് തന്നിരിക്കുന്ന സകല പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള അപാലവൃത്തം ജനങ്ങളിലെയും കടപ്പാടാണ്. അവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാത്ത സകല ജനങ്ങളും ദൈവവ്യവസ്ഥയെ അനുസരിച്ച് ജീവിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിക്കുക. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്നൊക്കെയുള്ള കൽപ്പനകളും അവന്റെ നിരോധനവും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നാം ജീവിതത്തിൽ പാലിക്കേണ്ട മാർഗങ്ങൾ, നിർദ്ദേശങ്ങൾ, നാം ജീവിക്കേണ്ട സാഹചര്യങ്ങൾ, നാം പോകുന്ന വഴിയിലൂടെ എങ്ങനെ പോകണം, നാം എന്ത് സംസാരിക്കണം, എന്ത് പറയണം, എന്ത് കേൾക്കണം, എവിടെ നിൽക്കണം എന്നൊക്കെ ഉള്ളതെല്ലാം ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ വചനം പറയുമ്പോൾ ഇങ്ങനെയുണ്ട്. നാം ഈ സങ്കീർത്തനം 1 വായിക്കുമ്പോൾ അതിന്റെ 1-ാം വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും അവൻ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്യരുതെന്ന് വചനം പറയുന്നതാണ്. ഹല്ലേലൂയ. ഈ ലോകം എന്ന് പറയുന്നത്, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നമുക്ക് ശാശ്വതമല്ല. നിനക്കുള്ള ജീവിതം തകർത്ത് കളയാതെ ദൈവവചനത്തിന്റെ പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയുടെ ആ സന്തോഷം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ ദൈവ കൽപ്പനകളും വിധികളും പ്രമാണങ്ങളും ദൈവം നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ദൈവവചനത്തെ അനുസരിക്കണമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ട്, ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിൻ കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ എന്ന് നമുക്ക് അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യന്മാരായി തീരേണ്ടതിനത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ചെലവും അവന്റെ സന്നിധി നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അത് ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ഈ
കാലഘട്ടത്തിൽ ആ പാപത്തെക്കുറിച്ച് നീ ബോധ്യം വന്നിട്ട് പാപം വിട്ടൊഴിഞ്ഞ് ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു നിനക്ക് നൽകിത്തരുന്ന പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് അനുദിനം തരുന്ന നിയമവ്യവസ്ഥകളാണ്. ഹല്ലേലൂയ. ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് നിങ്ങൾക്കൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ അധികാരികളുണ്ട്. അതുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിലെ അധികാരികൾ കൽപ്പിക്കുന്ന പോലെ, അവർ നിർദ്ദേശിക്കുന്ന പോലെ നിയമത്തിന് വിധേയപ്പെട്ട് മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ നിങ്ങളെ ചോദ്യം ചെയ്യും. അതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന നിയമ വ്യവസ്ഥയാണ് സത്യവേദ പുസ്തകം. ഈ സത്യവേദ പുസ്തകത്തിനകത്ത് ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങളെ നാം വിശ്വസിക്കാതെ അനുസരിക്കാതെ ജീവിച്ചാൽ ഒരിക്കൽ ദൈവം നമ്മെ ന്യായം വിധിക്കുമ്പോൾ നീ കുറ്റക്കാരനെന്ന് കാണുക മാത്രമല്ല, നീ നിത്യശിക്ഷാവിധിയിൽ വീഴുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവി, നമ്മുടെ പാപങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് സത്യവേദ പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ദൈവം അവന്റെ കൽപ്പനകൾ നൽകിയത് അവന്റെ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിക്കാൻ നമുക്ക് കഴിയേണ്ടതിനാണ്. അല്ലെങ്കിൽ എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവകൽപ്പന പൂർണ്ണമായി അനുസരിപ്പാൻ കഴിയുന്നില്ല. ആകയാൽ യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പേ നാം പാപികൾ ആയിരുന്നു എന്ന വസ്തുത നിങ്ങൾ സമ്മതിക്കണം. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പേ പാപികളാണെന്നുള്ള ആ വസ്തു നിങ്ങൾ ചിന്തിക്കണം, തിരിച്ചറിയണം, അത് നിങ്ങൾ സമ്മതിക്കണം. എങ്കിൽ മാത്രമേ ദൈവകൽപ്പനയെ അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഈ ലോകം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ, പ്രമാണം അനുസരിക്കാതെ, മനുഷ്യന്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് അവന്റെ ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന പാപസുഖങ്ങളിലൂടെ ജീവിച്ച് നടപ്പിൽ നിഷ്കളങ്കരാകാതെ, നടപ്പിൽ അനീതി കൊണ്ട് പ്രവർത്തിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ കഴിച്ചു കൂട്ടാമെന്ന് ചിന്തിക്കുന്ന ശ്രോതാവേ, നീ അപകടത്തിലാണ്, അപകടത്തിന്റെ മുനയിലാണ് നിൽക്കുന്നത്. ഏതു സമയം നിന്റെ ജീവിതം തകരും. ഏതു സമയം നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നിനക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം നിത്യമായി സ്വർഗത്തിലെത്തണമെങ്കിൽ ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കണം. നിങ്ങൾ പാപിയാണ്, നിങ്ങൾ തിരിച്ചറിയണം. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി നീ മനസ്സിലാക്കണം. നാം യേശുവിൽ വിശ്വസിക്കേണ്ടതുണ്ടോ എന്ന് ചില ചോദ്യങ്ങൾ വന്നേക്കാം. അത് യേശുവിൽ വിശ്വസിക്കേണ്ടതുണ്ട്. എന്തിനാണ് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്? വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോസ്തലർ പ്രവൃത്തി 4:12 ആമേൻ സ്തോത്രം. മറ്റൊരുത്തനും രക്ഷയില്ല, ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതേ, ഭൂമിയിൽ മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി ഉലകം മുഴുവൻ ചുറ്റി നടന്നിട്ടും മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ കഴിയാതെ മനുഷ്യൻ അഥവാ പാതാളത്തിൽ വീണ് നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇന്ന് പകൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നത് നിത്യമായ രക്ഷ പ്രാപിക്കുവാൻ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി, നിന്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്തി ദൈവം നിനക്ക് വേണ്ടി ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നീ കാണപ്പെടണമെന്നുള്ള ദൈവിക വ്യവസ്ഥ, ദൈവ നിയമവുമായതുകൊണ്ടാണ് നീ യേശുവിൽ വിശ്വസിക്കണം എന്ന് ദൈവവചനം പറയുന്നത്. അതെ, തീർച്ചയായും നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങളുടെ പാപത്തെ ശുദ്ധീകരിപ്പാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ ശ്രോതാവേ. അതുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ പാപത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട്, പാപത്തിന് അറുതി വരുത്തിക്കൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായി സത്യസന്ധമായി ജീവിക്കുന്ന നിനക്ക് മാത്രമേ നിത്യത ചെല്ലുവാൻ കഴിയുള്ളൂ. എല്ലാവർക്കും സ്വർഗരാജ്യം കിട്ടത്തില്ല. എന്നാൽ എല്ലാവർക്കും കിട്ടണമെങ്കിൽ നാം ദൈവവചന വ്യവസ്ഥയെ അനുസരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് 613 നിയമങ്ങളും അനുസരിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. ഇന്ന് പകൽ ആരെങ്കിലും ദൈവവചനത്തിന് വിരുദ്ധമായി ഈ ലോക പാപസുഖങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ തിരുത്തി വന്ന് വചനത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ എന്നോടൊപ്പം അമ്മയെ പ്രാർത്ഥിക്ക്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ വഴികൾ വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ ജനത്തിന്റെ ആത്മീയത തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിനും നീതി വെളുക്കണം, സകല മഹത്വം എടുക്കണമേ. അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.